ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തഹീനി കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾക്ക് ആദ്യം തഹീനി സോസ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് വെളുത്ത എള്ള് ഇട്ട് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 1 പിഞ്ച് ഉപ്പും ഇട്ട് അരച്ചെടുക്കാം. തഹീനി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ സോസ് ഉപയോഗിച്ച് എങ്ങനെ സ്വീറ്റ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം. ഷുഗർ സൈഡിലൊക്കെ മെൽട്ടായി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തഹീനി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലിക്വിഡ് ഗ്ലൂക്കോസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച സാഫ്രോൺ ആണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂയി ആയിട്ടുള്ള സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 കപ്പ് പിസ്ത ആൽമണ്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ വെയിറ്റ് ചെയ്യേണ്ട. ഇത് കുറച്ച് തിക്കാവുമ്പോൾ തന്നെ ബട്ടർ തടവിയ ട്രേയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്പാച്ചില കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്ത സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം.
നമ്മളെ തഹീനി സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.